എല്ലാവർക്കും ദ ജെ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഐഫോൺ 17 പ്രോ മാക്സ് വേഴ്സസ് ഐഫോൺ 16 പ്രോ മാക്സ് വേഴ്സസ് ഐഫോൺ 15 പ്രോ മാക്സ്. ഇതിൽ ഏതാണ് നിങ്ങൾ ബൈ ചെയ്യേണ്ടത്? ഒരു ലോങ് ടേം അപ്ഡേറ്റ് ആണ് ഇത്. ലോഞ്ച് ഡേ മുതൽ ഈ 3 ഫോണുകളും എൻ്റെ കയ്യിലുണ്ട്. എങ്കിലും എനിക്കിപ്പോഴും ചില ചോദ്യങ്ങൾ വരാറുണ്ട്. പഴയ മോഡൽ വാങ്ങണോ, ട്രേഡ് ഇൻ ചെയ്യണോ, അതോ പുതിയത് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് ഡിസ്കൗണ്ടിൽ ഇവയിലൊന്ന് വാങ്ങണോ? ഇന്ന് നമ്മൾ അതെല്ലാം വ്യക്തമായി ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. അപ്പോൾ ഈ 3 ഫോണുകളിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങളുടെ തോട്ട്സ് പറയൂ. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അത് നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഐഫോൺ 16 പ്രോ മാക്സിൽ വന്ന ക്യാമറ കൺട്രോൾ ബട്ടൺ ചേഞ്ചിനെ കുറിച്ച് സംസാരിച്ച് നമുക്ക് തുടങ്ങാം. മുൻപ് കവർ ചെയ്ത ബേസിക് കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയുന്നില്ല. നമ്മൾ പുതിയ ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഐഫോൺ 16 പ്രോ മാക്സിൽ വശത്തായി ക്യാമറ കൺട്രോൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫീച്ചർ മാത്രം കൊണ്ട് ഈ ഫോൺ വാങ്ങുന്നത് വർത്ത് ആണോ? എൻ്റെ ഉത്തരം നോ എന്നാണ്. കാരണം ഈ ക്യാമറ കൺട്രോൾ ചില സമയങ്ങളിൽ യൂസ്ഫുൾ ആണെങ്കിലും ഇതൊരു ഫുൾ ഗിമ്മിക്ക് അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ഒരു സംഭവമാണ്. എങ്കിലും നിങ്ങൾ ഇത് അധികം ഉപയോഗിക്കില്ലെന്ന് കാണാം. വെറുതെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ബട്ടൺ മാത്രമായി ഇത് മാറുന്നു. ക്യാമറ ലോഞ്ച് ചെയ്യാൻ മാത്രമാണ് ഞാനിത് ഉപയോഗിച്ചത്. ശേഷം സ്ക്രീനിൽ തന്നെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. 15 പ്രോ മാക്സിലെ ആക്ഷൻ ബട്ടണിലും സമാനമായി ഇത് സെറ്റപ്പ് ചെയ്യാം. അതുകൊണ്ട് തുടക്കത്തിലേ പറയാം, ക്യാമറ കൺട്രോൾ ചേഞ്ച് ഒരു ഗിമ്മിക്ക് അല്ലെങ്കിലും ഈ ബട്ടണുള്ള ഫോൺ തന്നെ വാങ്ങണം എന്ന് കരുതാൻ മാത്രം ഒരു പ്രധാന കാര്യമില്ലത്. എന്നാൽ ഇത് യൂസ്ഫുൾ ആകുന്ന ഒരു പ്രത്യേക രംഗമുണ്ട്. ഒരു ട്രൈപോഡിൽ ഫോൺ വെച്ച് പ്രൊഫഷണൽ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്ന ചെറിയൊരു കൂട്ടം ആളുകൾക്ക് ഈ ബട്ടൺ കവർ ചെയ്യാത്ത രീതിയിലാണ് ഫോൺ മൗണ്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് ഉപകാരപ്പെടും. എന്നാലും പലരും സ്ക്രീനിലെ ബട്ടൺ തന്നെ പ്രസ് ചെയ്യാനാണ് സാധ്യത. എങ്കിലും ചില ആംഗിൾസ് വയ്ക്കുമ്പോൾ ഇവിടെ ടാപ്പ് ചെയ്ത് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു കാര്യത്തിൽ ഇത് ലളിതമായി ഉപകാരപ്പെടും. അടുത്തതായി നമുക്ക് കാര്യങ്ങൾ ഐഫോൺ 17 പ്രോ മാക്സിലേക്ക് തിരിക്കാം. ഈ 2 ഫോണുകളിലെയും തെർമൽ ഫിക്സ് കാര്യമായി മാറ്റം തരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്മഡ്ജ് ഉണ്ട് കേട്ടോ, അത് സ്ക്രാച്ച് അല്ല. തീർച്ചയായും വർത്ത് ആണ് എന്നാണ് എൻ്റെ മറുപടി. ദിവസവും ഫോൺ വല്ലാതെ ഉപയോഗിക്കുന്ന ഒരു സസ്റ്റെയിൻ ഹെവി യൂസറാണ് നിങ്ങളെങ്കിൽ, ഗെയിമിംഗ് ചെയ്യുകയോ നിങ്ങൾ ബിസിനസ്സിനോ മറ്റോ വേണ്ടി തുടർച്ചയായി 4K വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇതിലെ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം വളരെ ഉപകാരപ്പെടും. പ്രത്യേകിച്ച് മണിക്കൂറുകളോളം തുടർച്ചയായി ഗെയിം കളിക്കുമ്പോൾ നല്ല സസ്റ്റെയിൻ പെർഫോമൻസ് കിട്ടും. ഫോൺ വല്ലാതെ ത്രോട്ടിലാകില്ല, കൂടാതെ തെർമൽ എഫിഷ്യൻസി ലഭിക്കും. അതിനാൽ 17 പ്രോ മാക്സിൻ്റെ ഈ ഒരു ഫീച്ചർ വലുതായാലും ഏതായാലും അർത്ഥവത്താണ്. ഇനി ഈ 3 ഫോണുകളിലെയും ഡിസ്പ്ലേസ് നോക്കുകയാണെങ്കിൽ വലിയൊരു ഡ്രാസ്റ്റിക് മാറ്റമൊന്നും വന്നിട്ടില്ല. പഴയ മോഡലുകളെ അപേക്ഷിച്ച് ഐഫോൺ 15 പ്രോ മാക്സ് മുതൽ തന്നെ തിന്നർ ബെസൽസ് ഉണ്ട്. എന്നാൽ ഐഫോൺ 16 പ്രോ മാക്സിലേക്ക് വന്നപ്പോൾ ബെസൽസ് വീണ്ടും കുറഞ്ഞ് ഡിസ്പ്ലേ വലുതായി. ഇത് കണ്ടാൽ 17 പ്രോ മാക്സിലെ അതേ ഡിസ്പ്ലേ പോലെ തന്നെയാണ് തോന്നുന്നത്. പ്രധാന മാറ്റം എന്തെന്നാൽ ഐഫോൺ 17 പ്രോ മാക്സിലെ ആൻറ്റി റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടീസ് വെളിയിൽ ലഭിക്കുന്ന അല്പം കൂടിയ ബ്രൈറ്റ്നസ്സും ആണ്. അതുകൊണ്ട് നിങ്ങൾ ഔട്ട്ഡോഴ്സ് കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ലോങ് ടേം നോക്കുമ്പോൾ 17 പ്രോ മാക്സ് 100% വർത്ത് ആണ്. വെളിച്ചത്തിൽ കാണാൻ ഏറ്റവും എളുപ്പം ഇതാണ്. 16 പ്രോ മാക്സും മോശമല്ല. എന്നാൽ 15 പ്രോ മാക്സ് എനിക്ക് ചിലപ്പോൾ പുറത്ത് കാണാൻ പ്രയാസമായിരുന്നു. എന്തോ കാരണം കൊണ്ട് ഹീറ്റിംഗ് ഇല്ലാതിരിക്കാൻ ടൈറ്റാനിയം ചൂടാകുമ്പോൾ 15 പ്രോ മാക്സ് ഇടയ്ക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കുമായിരുന്നു. അതുകൊണ്ട് സസ്റ്റെയിൻഡ് ഔട്ട്ഡോർ ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ 3-ൽ വെച്ച് ഏറ്റവും പുറകിലാണ് അത്. 16 പ്രോ മാക്സ് സോളിഡ് ആണ്, എങ്കിലും ആൻറ്റി റിഫ്ലക്ഷനും കൂടിയ ബ്രൈറ്റ്നസ്സും ഉള്ളതുകൊണ്ട് 17 പ്രോ മാക്സ് ആണ് ഒന്നാമത്. ഇനി ഒരു കൈകൊണ്ട് ഒരു പ്രയാസവുമില്ലാതെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഡിസ്പ്ലേ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇവ 3ഉം അത്ര പെർഫെക്റ്റ് ആകില്ല. ഈ 3-ൽ നോക്കുകയാണെങ്കിൽ 15 പ്രോ മാക്സ് ആണ് സൈസിൽ മുന്നിൽ. ഇതിൽ 6.7 ഇഞ്ച് സ്ക്രീൻ ആയതുകൊണ്ട് 6.9 ഇഞ്ച് ഫോണുകളെ അപേക്ഷിച്ച് ഒരു കൈകൊണ്ട് ഉപയോഗിക്കാൻ എളുപ്പമാണ്. 6.9 ഇഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ 2 കൈയും ഉപയോഗിക്കേണ്ടി വരും എന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. 16 പ്രോ മാക്സ് മുതൽ അങ്ങനെയാണ്. എനിക്ക് നേരിട്ട് എടുത്തു നോക്കുമ്പോൾ 15 പ്രോ മാക്സിൻ്റെ 6.7 ഇഞ്ച് ഒരു സ്വീറ്റ് സ്പോട്ടായി തോന്നാറുണ്ട്. അത്യാവശ്യം വലുതും എന്നാൽ അമിതമായി വലുതുമല്ലാത്ത ഫോൺ വേണമെങ്കിൽ ഇത് മികച്ചതാണ്.
ഇതിലെ ടൈറ്റാനിയം ഭാരം കുറഞ്ഞതാണ്, സൂപ്പർ തിന്നാണ്, ഒപ്പം നല്ല ബാറ്ററി ലൈഫും നൽകുന്നുണ്ട്. അപ്പോൾ ഒറ്റ കയ്യിൽ കംഫർട്ടബിളായി കൊണ്ടു നടക്കാൻ 15 Pro Max ആണ് നല്ലത്. എന്നാൽ മറ്റു രണ്ടെണ്ണവും 16 Pro Maxും 17 Pro Maxും മിക്കവാറും സമയങ്ങളിൽ രണ്ട് കൈകൊണ്ട് മാത്രം ഉപയോഗിക്കേണ്ട ഫോണുകളാണ്. ഇനി അടുത്തതായി നമുക്ക് ചിപ്സെറ്റ് പെർഫോമൻസിലേക്ക് പോകാം. മൂന്നിൻ്റെയും വിശേഷങ്ങൾ നോക്കാം. പുതിയതായി വന്ന Geekbench 7 നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷം ഞാൻ ഉടൻ തന്നെ ഇതിൻ്റെ ബെഞ്ച്മാർക്ക് ടെസ്റ്റ് റൺ ചെയ്യുന്നതായിരിക്കും. ഇതിൽ A19 Pro, A18 Pro, A17 Pro ചിപ്സ് ആണുള്ളത്. ക്ലോക്ക് സ്പീഡ് ഓരോന്നിലും പടിപടിയായി കൂട്ടിയിട്ടുണ്ട്. 4.26, 4.01 പിന്നെ 3.78 GHz. എന്നാൽ യഥാർത്ഥ മാറ്റം 17 Pro Maxൽ നൽകിയിരിക്കുന്ന റാം ആണ്. ഒരേ സമയം മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഫോൺ വളരെ വേഗതയുള്ളതായി മാറാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് റീസെൻ്റായി ഇറങ്ങിയ Geekbench 7 ഉപയോഗിച്ച് CPU ബെഞ്ച്മാർക്ക് റൺ ചെയ്ത് നോക്കാം. ഇതിലെ ടെസ്റ്റ് റിയൽ വേൾഡ് എക്സ്പീരിയൻസ് കുറച്ചുകൂടി കൃത്യമായി വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ഈ വർഷം കിട്ടുന്ന സ്കോർസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഏറ്റവും പുതിയ 17 Pro Max ഫോൺ സിംഗിൾ കോറിൽ 3327ഉം മൾട്ടി കോർ 9135ഉം നേടി മുന്നിലെത്തി. 16 Pro Max തൊട്ട് പിന്നിലുണ്ടെങ്കിലും സിംഗിൾ കോറിലും മൾട്ടിയിലും ഇതിനേക്കാൾ കുറഞ്ഞ സ്കോറാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് മൾട്ടി കോറിൽ കാര്യമായ വ്യത്യാസമുണ്ട്. 17 Pro Max 1 മൾട്ടി കോർ കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. 15 Pro Maxൽ 2668ഉം മൾട്ടി കോറിൽ 7198ഉം നേടി ഏറ്റവും ഒടുവിലായി നിൽക്കുന്നു. ഇവയെല്ലാം iOS 26.6ലാണ് പ്രവർത്തിക്കുന്നത്. ഈ മൂന്ന് ഫോണുകളും വളരെ മികച്ച പെർഫോമൻസ് നൽകുന്നവയാണ്. എന്നാൽ ഫോൺ വല്ലാതെ പുഷ് ചെയ്യുമ്പോൾ 17 Pro Maxൻ്റെ മൾട്ടി കോർ കരുത്ത് വേറിട്ടു നിൽക്കും. അതുകൊണ്ടാണ് മികച്ച തെർമൽ എഫിഷ്യൻസിയും സസ്റ്റെയിൻ പെർഫോമൻസും വേണമെങ്കിൽ 17 Pro Max തന്നെ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. 17 Pro Maxലുള്ള 12GB റാം മികച്ച ലോഞ്ചിവിറ്റി തരും. അതുകൊണ്ട് ഭാവിയിൽ വരുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് സവിശേഷതകൾക്കും വരും വർഷങ്ങളിലെ പ്രധാന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സുഗമമായി പ്രവർത്തിക്കാനും ഈ എക്സ്ട്രാ റാം ഒരു നല്ല കാര്യമാണ്. ഈ ഒരു റാം ഫീച്ചറിന് വേണ്ടി മാത്രം 17 Pro Max വാങ്ങുന്നത് നല്ലതാണ്. മറ്റുള്ള ഫോണുകളിൽ 8GB റാം ആണുള്ളത്. ദിവസേനയുള്ള സാധാരണ കാര്യങ്ങൾ ഇതും ഭംഗിയായി ചെയ്യുമെങ്കിലും ഭാവിയിൽ പുതിയ വേർഷൻസ് വരുമ്പോൾ മൾട്ടി ടാസ്കിംഗ് ചെയ്യുമ്പോഴും ഒരുപാട് ആപ്സ് ഒരേ സമയം തുറന്നു വയ്ക്കുമ്പോഴും ഇവ അല്പം സ്ലോ ആയേക്കാം. ചില ആപ്ലിക്കേഷനുകൾ താനെ ക്ലോസ് ആകുന്നത് കാണേണ്ടി വന്നേക്കാം. അതിനാൽ ലോങ് ടേം മൾട്ടി കോർ നോക്കുമ്പോൾ 17 Pro Max ആണ് നല്ല ചോയ്സ്. ഇനി ഇവയുടെ ബാറ്ററി ലൈഫ് പരിശോധിക്കാം. ഏറ്റവും പുതിയ മോഡലായ 17 Pro Max ആണ് ഇതിൽ വ്യക്തമായ വിജയി. പുതിയതായതുകൊണ്ട് മാത്രമല്ല, ഇതിൽ വലിയ ബാറ്ററി കൊടുക്കുകയും ചൂട് പുറന്തള്ളാനുള്ള ശേഷി കൂട്ടുകയും പുതിയ ചിപ്പും കൂടുതൽ റാമും നൽകി നന്നായി ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ ഉപയോഗത്തിൽ 17 Pro Maxൽ ഏകദേശം 2 ദിവസം ലഭിക്കും. ഒരു ഹെവി യൂസർ ആണെങ്കിൽ 1.5 ദിവസം കിട്ടും. എന്നാൽ 16 Pro Maxനേക്കാൾ 1 ദിവസവും അതിനുമേലെ അല്പസമയവും കൂടി ലഭിക്കും. രാത്രി ചാർജ് ചെയ്യാൻ മറന്നാൽ പോലും രാവിലെ എഴുന്നേറ്റ് ഏകദേശം ഉച്ചയ്ക്ക് 12 മണി വരെ ഒക്കെ ഉപയോഗിക്കാം. അതിനുശേഷം ചാർജർ ആവശ്യമായി വരും. ഫോൺ നന്നായി ഉപയോഗിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫോൺ തൊടാതെ വെച്ചാൽ ഇതെല്ലാം നല്ല സ്റ്റാൻഡ് ബൈ നൽകും. എന്നാൽ ആക്റ്റീവ് യൂസേജ് നോക്കുമ്പോൾ 16 Pro Max വളരെ മികച്ച ഒരു ഓൾ ഡേ പെർഫോമർ ആണ്. 15 Pro Max എനിക്ക് ചെറിയൊരു 16 Pro പോലെയാണ് തോന്നുന്നത്. ഇത് ഒരു ദിവസം ഫുൾ കിട്ടും. എന്നാൽ ദിവസവും രാത്രി ചാർജ് ചെയ്യണം. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു കുറവ്. എങ്കിലും ദിവസാവസാനം വലിയ ബാറ്ററി ആങ്സൈറ്റി ഒന്നും ഇല്ലാതെ കൊണ്ടുപോകാം. പക്ഷേ പിറ്റേന്ന് രാവിലെ ഇത് വെച്ച് ധൈര്യത്തോടെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ബാറ്ററി പെർഫോമൻസ് ആണ് നിങ്ങളുടെ പ്രധാന കാര്യമെങ്കിൽ 17 Pro Max തന്നെയാണ് മികച്ച ഓപ്ഷൻ. ഇനി ക്യാമറകളുടെ കാര്യം എടുത്താൽ 17 Pro Maxൻ്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ വളരെ മുന്നിലാണ്. നല്ല സെൽഫി ക്യാമറ വേണമെങ്കിൽ ഈ വർഷത്തെ 17 മോഡൽസ് എല്ലാം മികച്ചതാണ്. ഇതിൽ വരുന്ന 40x സൂമും മികച്ച വീഡിയോ ക്വാളിറ്റിയും വളരെ ആകർഷകമാണ്. എങ്കിലും യഥാർത്ഥത്തിൽ 16 Pro Maxൽ തന്നെ അനുദിന ഉപയോഗത്തിന് വേണ്ടി മിക്ക സവിശേഷതകളും ഉണ്ട്. അതിൽ നല്ല മാക്രോ മോഡ്സും മികച്ച വീഡിയോ ക്വാളിറ്റിയും ലഭിക്കുന്നുണ്ട്. മുൻവശത്തെ പഴയ ക്യാമറയാണ് ഉള്ളതെന്ന വ്യത്യാസം മാത്രം. സെൽഫിയും അൾട്രാ വൈഡ് ഫോട്ടോകളുമാണ് പ്രാധാന്യം എങ്കിൽ 16 Pro Max ഒഴിവാക്കാം.
എന്നാൽ മികച്ച റെയർ ക്യാമറ ആണ് ആവശ്യമെങ്കിൽ 16 Pro Max നല്ലൊരു നിർദ്ദേശമാണ്. 15 Pro Maxൽ ഈ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സൂമാണുള്ളത്. 25x വരെ കിട്ടും, 40x കിട്ടില്ല. എന്നാലും ഇതിൻ്റെ ചിത്രങ്ങൾ 4K വീഡിയോകളും നല്ല വ്യക്തതയുള്ളതാണ്. വലിയ പുതിയ ഫീച്ചറുകളൊന്നും ആവശ്യമില്ലെങ്കിൽ ക്യാമറയുടെ കാര്യത്തിൽ 15 Pro Max ഒഴിവാക്കാം. എങ്കിലും 3 Pro Max ഫോണുകൾ ആയതിനാൽ മികച്ച ക്യാമറ പെർഫോമൻസ് ലഭിക്കും. സാധാ പ്രോ, അടുത്തത് പ്രോ ലെവൽ, 17 Pro Max എന്നത് സൂപ്പർ പ്രോ ലെവൽ, അങ്ങനെ ചിന്തിക്കാം. അതുപോലെ ഭാവിയിൽ വരുന്ന ആപ്പിൾ ഇൻ്റലിജൻസ്, പുതിയ സിറി പോലെയുള്ള AI സവിശേഷതകൾ വേണമെങ്കിൽ 17 Pro Max ആണ് അനുയോജ്യം. കാരണം അതിലെ RAM പ്രധാനം തന്നെയാണ്. ഇനി എനിക്ക് AI ഫീച്ചറുകളോട് വലിയ താല്പര്യമില്ല, ഞാൻ വല്ലപ്പോഴും ChatGPTയോ Geminiയോ ഒക്കെ ക്ലൗഡ് വഴിയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന ആളാണെങ്കിൽ 16 Pro Max ആണ് ക്ലാസിക് പ്രീമിയം ഓപ്ഷൻ. നല്ല ഡിസൈനും കരുത്തും ഇതിനുണ്ട്. 15 Pro Maxനും ഇവയെല്ലാം ചെയ്യാമെങ്കിലും അത് കുറച്ചുകൂടി പഴയ മോഡലായി മാറി. വിലയും ഫീച്ചറുകളും നോക്കുമ്പോൾ ഈ നിരയിലെ ഏറ്റവും മൂല്യമുള്ള വാല്യൂ സ്വീറ്റ് സ്പോട്ട് iPhone 16 Pro Max ആണ്. ചാർജിംഗ് സ്പീഡ് കൂടുതലുള്ളത് 17 Pro Maxലാണെങ്കിലും OnePlus ഫോണുകളെ പോലെ ഞെട്ടിക്കുന്ന അൾട്രാ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും ആപ്പിളിൽ ഇല്ല. എന്നാലും മൂന്നും തരക്കേടില്ലാത്ത ചാർജ് ആകും. 15 Pro Max അല്പം പതിയെ ചാർജ് ആകുകയും കൂടുതൽ ചൂടാവുകയും ചെയ്യും. റീസെയിൽ വാല്യൂ പഴയ ഫോണുകൾക്ക് കുറവായിരിക്കും എന്നത് വ്യക്തമാണല്ലോ. എന്നാൽ ഫോൺ കയ്യിൽ പിടിക്കുമ്പോഴും അത്രയും നല്ലൊരു പ്രീമിയം ഫീൽ 17 Pro Maxൽ കുറവാണ്. കാരണം ഇതിൽ ടൈറ്റാനിയം പകരം അലൂമിനിയം കൊടുത്തിരിക്കുന്നതിനാൽ ഒരു സാധാരണ ലുക്ക് അനുഭവപ്പെടാം. അതിനാൽ പക്ക കിടുക്കൻ പ്രീമിയം ലക്ഷറി ലുക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഡെസേർട്ട് ടൈറ്റാനിയം കളറിലുള്ള 16 Pro Max ആണ് മികച്ചത്. അത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു ആഡംബര ഫോൺ പിടിക്കുന്ന അനുഭവം തരും. iPhone 15 Pro Maxും മോശമല്ല. എന്നാൽ എനിക്ക് പണ്ടത്തെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫോണുകളുടെ ഭാരവും ലുക്കും ഇപ്പോഴും ഓർമ്മ വരാറുണ്ട്. അപ്പോൾ അന്തിമ തീരുമാനം ഇതാണ്: ഫോൺ പരമാവധി ഉപയോഗിക്കുന്ന ഒരു പവർ യൂസർ ആണ് നിങ്ങളെങ്കിൽ 17 Pro Max വാങ്ങുക. നല്ല കൂളിംഗ്, ഗെയിമിംഗ്, 4K വീഡിയോ റെക്കോർഡിംഗ് എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് ഇതാണ് ബെസ്റ്റ്. എന്നാൽ ഒരു ഐഫോൺ നൽകുന്ന 90% കാര്യങ്ങളും കുറഞ്ഞ നിരക്കിൽ ആഗ്രഹിക്കുന്ന ഒരു വാല്യൂ സീക്കർ ആണെങ്കിൽ iPhone 16 Pro Max തിരഞ്ഞെടുക്കാം. ഇത് ഇപ്പോഴത്തെ വാല്യൂ ബീസ്റ്റ് ആണ്. ഇനി നിങ്ങൾ ഒരു സാധാരണ ഉപഭോക്താവ് മാത്രമാണെങ്കിൽ ബഡ്ജറ്റിൽ നിൽക്കുന്ന എന്നാൽ വലിയ സ്ക്രീനും നല്ല ക്യാമറയും മികച്ച പെർഫോമൻസും ഉള്ള ഒരു പ്രീമിയം മോഡൽ സെക്കൻഡ് ഹാൻഡ് ആയാലും കുഴപ്പമില്ലെങ്കിൽ 15 Pro Max നല്ലൊരു ഓപ്ഷനാണ്. വരും വർഷങ്ങളിൽ 3നും നല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സപ്പോർട്ട് ലഭിക്കും. 18 Pro Max ഇറങ്ങുന്നത് വരെ കാത്തിരിക്കാൻ മനസ്സുള്ളവർക്ക് അതുമാകാം. അതിനുശേഷമുള്ള കമ്പാരിസണും നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഓൾസോ you can ask your doubts in the comment section.